ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു നാഗമുണ്ട്. ഇന്ന് അവിടെ ചെറിയൊരു പൂജകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാനും ഐഷുമോളും പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അല്ലുമോളും കൂടി ഞങ്ങൾ 3 പേരോട് ഇന്ന് പൂജ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരെയും ഞങ്ങളിന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് വല്യമ്മയുടെ വീടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് നമ്മുടെ വീട്. ഇത് അല്ലുമോള് അവിടെയാണ് നടക്കുന്നത്. നമുക്ക് ഞാനും ഐഷുമോളും അല്ലിക്കുട്ടിയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ നാഗത്തിൻ്റെ പൂജാകർമ്മങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈം ഞാൻ പോയി കണ്ടില്ല. അതുകൊണ്ട് ഈ ടൈം ഞാനും ഐഷുമോളും കൂടെ പോവുകയാണ് കേട്ടോ. ഈ വീട്ടിലാണ് അമ്മമ്മയുള്ളത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അമ്മമ്മേനെയും കൂടെ ഒന്ന് കാണാം. ഞാൻ അമ്മമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നാഗക്കാവിനെ കുറിച്ച്. അപ്പോൾ അമ്മമ്മ പറഞ്ഞത് അമ്മമ്മയുടെ അച്ഛൻ്റെ കാലം മുതലേക്ക് ഇതിവിടെ ഉള്ളതാണെന്നാണ്. അപ്പോൾ ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മേലെ ആയിട്ടുള്ളൊരു നാഗക്കാവാണിത്. മിക്കപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. ഐഷുമോള് പ്രസാദമൊക്കെ മേടിച്ച് കുറിയെല്ലാം തൊട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് കരുണം വെല്ലിച്ചനാണ്. ഇത് നമ്മുടെ ശാന്തവല്യമ്മയും. ഇവരൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചു, നാഗത്തിന് തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റുന്ന ഇതാണ് വല്യമ്മേൻ്റെ വീട്. നമുക്ക് അമ്മമ്മേനെയും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് അവിടെ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട്, അരിപ്പായസം. അമ്മമ്മ കുളിച്ചിട്ട് വന്നു. അങ്ങനെ കുറി തൊട്ടിട്ടില്ല എന്ന് പറയാമെന്ന്, കുറി തൊട്ടിട്ട് വരാമെന്ന് പറയുക. അപ്പോൾ അമ്മമ്മ കുറി തൊടാനായിട്ട് പൂജാമുറിയിലേക്ക് പോവുകയാണ്. ഇതാണ് അമ്മമ്മേൻ്റെ വല്യമ്മേൻ്റെയും പൂജാമുറി. അപ്പം അമ്മ കുറിയൊക്കെ തൊട്ട് ചുന്ദരിയായിട്ട് ഇപ്പോൾ വരും. അമ്മയ്ക്ക് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നാഗത്തിൻ്റെ അങ്ങോട്ടേക്കൊന്നും വരാതിരുന്നത്. ഈ കാല് ഇങ്ങനെ മണ്ണിലങ്ങനെ നന്നായിട്ട് ഉറച്ച് നിർത്തുമ്പം വേദന എടുക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാത്തത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ വരുവാണ്. ഞാനവിടെ അമ്മമ്മയുടെ വീഡിയോ എടുക്കുന്നു. ഐഷുമോളുടെ വല്യമ്മയുടെ മുടിയിൽ ആക്രമണം തുടങ്ങി. മുടിയൊക്കെ പിടിച്ച് വലിച്ചെടുക്കാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ നല്ല വെള്ള മുടി, അത് പിടിച്ച് വലിക്കുക അവള്. അമ്മമ്മ ഹായ് എന്ന് പറഞ്ഞു. ഹായ്, ഇങ്ങനെ അമ്മമ്മയ്ക്ക് കേൾവിക്കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആംഗ്യത്തിൽ പറഞ്ഞാൽ അമ്മമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഐഷുമോളെയൊക്കെ മടിയിൽ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.